ഹലോ അസ്സലാമലൈക്കും. ഇന്നിതാ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളക്കാരെ സ്വന്തം പൊറാട്ട വെച്ചിട്ട് തമിഴ്നാട്ടുകാർ അവര് കണ്ടുപിടിച്ച കൊത്തു പൊറാട്ട. നല്ല ഞാൻ ഇന്ന് ചെയ്തത് ബീഫ് വെച്ചിട്ടാണ്. ബീഫ് കൊത്തു പൊറാട്ട എന്ന് വേണമെങ്കിൽ പറയാം. വൈകുന്നേരമൊക്കെ അല്ലേ, നിങ്ങൾ കയ്യിൽ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. വൈകുന്നേരം നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കൊത്തു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ കൊത്തു പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പൊറാട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇതാ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തിടണ്ടേ, അതാണല്ലോ കൊത്തു പൊറാട്ട. കൊത്തിടുക മീൻസ് ശരിക്കും ഷ്രെഡ് ചെയ്യുക, മുറിച്ചിടുക. ഞാനിവിടെ ഒരു കത്രിക എടുത്ത് ഇതൊന്ന് 3 കൂടി അങ്ങ് റോൾ ചെയ്താനുണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിയല്ലോ. എന്നിട്ട് ഇതാ കത്രിക കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് മുറിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരുമിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. കണ്ടോ, ഞാൻ നമ്മളെ 3 പൊറാട്ട ഇതുപോലെ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിതാ നമ്മളെ കൊത്തു പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് ചുറ്റിച്ചാട്ടെ. ഇത് ശരിക്കും നമ്മൾ ഈ ഫ്രൈ പാനിലല്ല, നമ്മളെ ഇരുമ്പിന്റെ ദോശക്കല്ലില്ലേ അതിലാണ് അവർ ചെയ്തിരുന്നത് തട്ടുകടയിലൊക്കെ. അതാകുമ്പോൾ ഒന്നുകൂടി നന്നായി വരും. ഈ ദോശക്കല്ലിലാണ് ശരിക്കും ഇത് ചെയ്യുന്നത്. തമിഴ്നാട്ടിലൊക്കെ ആകുമ്പോൾ ആ ഇരുമ്പിന്റെ ഒരു വലിയ തട്ടുകടയിലൊക്കെ കാണുന്ന നമ്മൾ പൊറാട്ട ചുടുന്ന കല്ലില്ലേ, ആ കല്ല് തന്നെ കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതാ ഈ ഫ്രൈ പാനിലേക്ക് ഞാൻ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് സവാളാണ്, അത്യാവശ്യം വലിയൊരു സവാള തന്നെ അരിഞ്ഞുണ്ട്. കൂടെ തന്നെ ഒരു തക്കാളി ഉണ്ട്, കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും ഉണ്ട്. ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് വാടി കൊയ്യൊന്നും വേണ്ട, ഒന്ന് റഫായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ആദ്യം ഒന്ന് ഉള്ളി ഇടട്ടെ. ഇതാ ആ ഉള്ളിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കുറച്ച് കരിവേപ്പില ഇടുന്നുണ്ട്. ഉള്ളിലേക്ക് ഇതാ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ കേട്ടോ ചെയ്യുന്നത്. ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വയന്ന് ഒന്നൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള നമ്മൾ മുറിച്ച് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതാ ഞാൻ ഒരു 3 മുട്ട എടുത്ത് വിടാം, പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ട നമ്മൾ പൊറാട്ടൻ്റെ അളവിനോ ഒരു പൊറാട്ടയ്ക്ക് ഒരു മുട്ട എന്നുള്ള രീതിയിലാണ് എടുത്തത്. അപ്പോൾ അതാ നമ്മുടെ തക്കാളി ജസ്റ്റ് ഒന്ന് ഉള്ളിൻ്റെ കൂടെ ഒന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ മസാല ഒക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഒക്കെ ഹൈ ഫ്ലെയിമിലാണ് നമ്മളെ മുട്ട ഒഴിച്ചു കൊടുക്കുകയാണേ. മുട്ട ഒഴിച്ച് എടുത്തിട്ട് ഒന്ന് നമുക്കങ്ങ് മിക്സ് ചെയ്താണ്. ഒരിത്തിരി ഉപ്പും കുരുമുളകും ഇട്ടൊന്ന് കൊടുക്കുക കേട്ടോ. ഇനി ഇപ്പം ഇടണമെന്നില്ല, മുട്ട ഒന്ന് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്യുകയാണ്, ചിക്കി പെറുക്കും പോലെ ആക്കി എടുക്കുകയാണേ. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ചിത്തിരി പെപ്പർ പൊടി ഇട്ട് കൊടുത്താൽ മതി, കുരുമുളക് പൊടി മസാലയിലേക്കും എല്ലാത്തിലേക്കും കൂടി. അപ്പം ആദ്യം നമ്മൾ ഈ മുട്ട ഒന്ന് ഇതിലേക്ക് ആക്കിയെടുക്കട്ടെ. അപ്പോൾ അതാ നമ്മളെ മുട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാലയും മുട്ടയും കൂടി അങ്ങ് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിക്കൻ പൊരിച്ചതുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, അല്ലെ ബീഫും ചേർത്ത് കൊടുക്കുക കേട്ടോ. കൊത്തു പൊറാട്ടയിൽ ബീഫോ ചിക്കനോ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. നമ്മൾ മുട്ട മാത്രമേ ചേർക്കുന്നുള്ളത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഈ മസാലയിലേക്ക്. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ നോക്കി, നമ്മൾ ഉള്ളിലേക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്തത്. ഇപ്പോൾ മുട്ടയിലേക്കുള്ളൊക്കെ വേണേൽ ചേർത്ത് കൊടുക്കാം. ഈ കുത്തി വെച്ച പൊറാട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൈ കൊണ്ട് വേണമെങ്കിൽ 3 കൂടി ഒരുമിച്ചല്ലേ, അപ്പം കൈ കൊണ്ട് വേണമെങ്കിൽ ഒന്ന് വിടർത്തിട്ടെടുത്താൽ നന്നായിരിക്കും. ഇത് നമ്മളെ മസാലേൻ്റെ കൂട്ടത്തിലേക്ക് പൊറാട്ട ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ആദ്യം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ബീഫിൻ്റെ ഗ്രേവിയാണ്. ഒരു 3/4 കപ്പ് ബീഫിൻ്റെ ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ആദ്യം ചേർത്താണ് ചിക്കൻ്റെ ഗ്രേവി ചേർക്കാം, അല്ലെങ്കിൽ ബീഫാണ് ഇടുന്നതെങ്കിൽ ബീഫിൻ്റെ ഗ്രേവി ചേർക്കാം. കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അധികം ഭയങ്കര ഈ 3/4 കപ്പ് ഒന്ന് ചേർത്താൽ ഇതങ്ങ് കുടിച്ചെടുക്കും. ഇത് നമ്മൾ പൊറാട്ടല്ലേ, പൊറോട്ട പെട്ടെന്ന് അങ്ങ് കുടിച്ചെടുക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വെന്ത ഗ്രേവിയാണല്ലോ, കറിയൊക്കെ ബാക്കി ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഉച്ചക്കൊക്കെ ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് പൊറാട്ട വാങ്ങിച്ചാൽ കൊത്തു പൊറാട്ട ഉണ്ടാക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിൽ നിന്നങ്ങ് മൊരിച്ചെടുക്കാൻ പോവുക. ഈ ബീഫ് കറിയും പൊറാട്ടയും എല്ലാം കൂടി മൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ആദ്യം ഉപ്പും പെപ്പറൊക്കെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം കറിയിലെല്ലാം ഉള്ളതല്ലേ. ഇതുണ്ടോ
നമ്മുടെ കറിയൊക്കെ ഇതിലേക്ക് ഇങ്ങോട്ട് കുടിച്ചിട്ട് കേട്ടോ. ഇനി നമ്മളിത് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് മൊരീച്ച പോണം വിട്ട് എടുക്കണേ. നമ്മൾ പൊറാട്ടൊക്കെ ഇങ്ങനെ വിട്ട് വരും. ഈ കറിയൊക്കെ ഇങ്ങനെ വറ്റിയിട്ട് ആ ഒരു രൂപം വരെ നമ്മൾ അരിയൊക്കെ വറക്കുമ്പോൾ അരി ഒന്നുമേൽ ഒട്ടാണ്ട് കിട്ടൂലേ, അതേപോലെ ഈ പൊറാട്ട ഒന്നുമേൽ ഒട്ടാതെ നമുക്ക് കിട്ടും. അത് നമ്മളിങ്ങനെ നമ്മൾ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇങ്ങനെ അപ്പം അത് വിട്ട് അതുപോലായി വരിക. അപ്പോൾ ഞാൻ ആക്കിയെടുക്കട്ടെ. ഇതാണ് ഇതിൻ്റെ പാകം. ഇതാ നമ്മുടെ ഇത് കണ്ടോ, ഇങ്ങനെ ആയാൽ മതി കേട്ടോ. അധികം ഉണങ്ങിപ്പോയാലും നമ്മൾ പിന്നെ ചൂട് അണിയുമ്പോഴേക്കും ഒരു മാതിരിയായിപ്പോൾ ഉണങ്ങിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിൽ കണ്ടോ എല്ലാം വിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ ഞാൻ ഇത്തിരി മല്ലിയിലയും കരിവേപ്പിലയും കൂടി മുറിച്ചാണ് ഇതുകൂടി ഇട്ടിട്ട് അങ്ങ് തീ ഓഫ് ചെയ്യുക കേട്ടോ. ലാസ്റ്റിലേക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കറിയിൽ ഗരം മസാലയൊക്കെ ഇട്ട് എല്ലാം ചെയ്തതായതുകൊണ്ട് നമ്മൾ പിന്നെ ഗരം മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്പോൾ കറിയില്ല നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇത്തിരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് ഒരിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇതിലിപ്പോൾ ഇറച്ചിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ പീസ് ഇടേണ്ട ഒരു ആവശ്യമില്ല. കാരണം നല്ല തിക്ക് ഗ്രേവിയാണ് ഞാൻ ഒഴിച്ചത്. ബീഫിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പീസൊന്നും ഇടാതിരുന്നത് കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നല്ല അടിപൊളി വൈകുന്നേരമൊക്കെ ഇതും ഒരു കട്ടൻ ചായയും കിട്ടിയാണ്ടല്ലോ വേറെ ഒന്നും പറയണ്ട. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.